പഠനത്തോടൊപ്പം തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അതൊന്ന് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബോറടികളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. രണ്ട്, സെയിം കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണ്. പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു അല്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതോടൊപ്പം മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പാട് കൂടി ചെയ്താൽ നമുക്ക് കുറേ കൂടി നമ്മുടെ എനർജി മാനേജ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് നല്ലതാണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിങ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേണിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് പഠനത്തോടൊപ്പം തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുക. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, അത് പഠനത്തുമായി യാതൊരു തരത്തിലും എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പഠനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തത്, അതിന് വേണ്ടിയിട്ട് കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വളരെ ചെറിയ രീതിയിലുള്ള എമൗണ്ടുകളെ അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഏറ്റവും നല്ലത് പൈസയൊന്നും ഇറക്കാണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാണ് തുടക്കത്തിൽ നല്ലത്. പിന്നെ അത് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങേണ്ടത്. വലിയ രീതിയിലൊന്നും എന്ത് ചെയ്യരുത്, തുടങ്ങാനും പാടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഘടകം. എന്തായാലും പഠനം ഒരു വഴിക്ക് പോട്ടെ, സംരംഭം മറ്റൊരു വഴിക്കും പോട്ടെ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.